ഇന്നത്തെ സ്വർലയം സെഗ്മെന്റിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത് പ്രേം നസീർ സാറിനെയാണ്. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. 38 വർഷം മലയാള സിനിമയിലെ നിത്യഹരിത നായകനായി തിളങ്ങി നിന്ന അദ്ദേഹം 1926 ഷാഹുൽ ഹമീദിന്റെയും അസ്മാ ബേബിയുടെയും മകനായി ജനിച്ചു. കോളേജിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം നല്ല നടനെന്നുള്ള പേര് നേടി. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ സത്യൻ സാറിന്റെ കൂടെ ത്യാഗസീമ എന്ന സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമ വെളിച്ചം കണ്ടില്ല. SK ആചാരി സംവിധാനം ചെയ്ത മരുമകളാണ് അദ്ദേഹം അഭിനയിച്ച ആദ്യ സിനിമ. പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹത്തിന് ഒരുപാട് പേര് നേടിക്കൊടുത്തത് വിശപ്പിന്റെ വിളി എന്ന ചിത്രമായിരുന്നു. ശരിക്കുമുള്ള പേര് അബ്ദുൽ ഖാദർ എന്നായിരുന്നു. ഈ സിനിമ ഈ വിശപ്പിന്റെ വിളി എന്ന ചിത്രത്തില് അഭിനയിക്കുന്ന സമയത്ത് തെക്കൃഷി സാറാണ് അദ്ദേഹത്തിന്റെ പേര് മാറ്റി പ്രേം നസീർ എന്നാക്കിയത്. ആ പേര് ഫലിച്ചു എന്ന് തന്നെ പറയണം. അദ്ദേഹം ഒരുപാട് പ്രേമ നായകനായി തന്നെ ജീവിച്ചു എന്ന് തന്നെ പറയണം. താരണി മധുമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ കണ്ണൻ. താരണി മധുമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ കണ്ണൻ. പോരാതിരിക്കുമോ കണ്ണൻ. യദുകുലരതി ദേവനിവിടെ രാധേ. യദുകുലരതി ദേവനിവിടെ. 650ഓളം ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു. 1988 അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രം മുതൽ നസീർ സാറും ഷീലാമ്മയും കൂടെയുള്ള കോമ്പിനേഷൻ തുടങ്ങി അവരൊരുമിച്ച് ഏകദേശം 107 സിനിമകളോളം ചെയ്തു. ജയഭാരതിയും അമ്മ അങ്ങനെ എല്ലാവരോടൊപ്പം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗാനഗന്ധർവൻ ദാസേട്ടന്റെ ശബ്ദവുമായിട്ട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അഭിനയവും ദാസന്റെ പാട്ട് ഒരുമിച്ച് വരുമ്പോൾ ശരിക്കും നസീർ സാർ തന്നെ പാടുന്നതാണെന്ന് തോന്നാറുണ്ടെന്ന് പൊതുവെ എല്ലാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. എനിക്കിഷ്ടപ്പെട്ട ഒരു ഗാനം രണ്ടുപേരും ഞാൻ പാടാം. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ. ഇത്രയ്ക്ക് ക്ലീൻ ഇമേജ് ഉള്ള ഒരു നടൻ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ
ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അത്ര കൃത്യനിഷ്ഠയും ഇത്രയ്ക്കും എന്താ പറയേണ്ട ഒരു വളരെ ഡൗൺ ടു എർത്താണ് അദ്ദേഹം. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ കച്ചേരി അരങ്ങേറ്റം നസീർ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ പാടാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെ ക്ഷണിക്കാൻ പോകുമ്പോൾ ഞാനും ചിദംബരം മാഷും കൂടെയാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഇതാണോ ഗിന്നസ് ബുക്കിൽ പേരുള്ള നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സംസാരവും സ്നേഹത്തോടെ. ഇന്നലെ എന്റെ കച്ചേരി 6 മണിക്കുള്ള കച്ചേരിക്ക് 4:30 മണിക്ക് വന്നു നസീർ സാറ്. സത്യത്തില് അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ് വല്ലാണ്ട് മനസ്സിൽ അത് ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. അതുപോലെ ഒരുപാട് 10 പടത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളതല്ല, ഇത്രയും പടങ്ങളിൽ നായകനായിട്ട്, ഇത്ര പടങ്ങളിൽ നായകനായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല. ഇനി അത് ആരെ കൊണ്ട് സാധിക്കുമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. കാര്യം അത് അങ്ങനെ ഒരു പദവിയാണ് അദ്ദേഹത്തിനുള്ളത്. നസീർ സാറിന്റെ ചെയർ എപ്പോഴും ഒഴിഞ്ഞു കിടക്കാവും. അത് മാത്രമല്ല, അദ്ദേഹം പാട്ടുപാടി അഭിനയിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം തന്നെ പാടുകയാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അതിമനോഹരമായിട്ട് പാട്ടുകൾ പാടി അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടനായിരുന്നു നസീർ.